ആഗോള അയ്യപ്പ സംഗമത്തിലെ നടത്താത്ത പരിപാടിക്ക് പണം കിട്ടിയെന്ന പ്രചാരണം തള്ളിയിരിക്കുകയാണ് നന്ദഗോവിന്ദം ഭജൻസ്. സംഗമത്തിലേക്ക് വിളിച്ചിരുന്നു, മറ്റു പരിപാടികൾ ഉള്ളതിനാൽ അസൗകര്യം അറിയിച്ചുവെന്നാണ് അവരുടെ വിശദീകരണം. അയ്യപ്പ സംഗമത്തിലെ പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഡ്വാൻസ് തുക ദേവസ്വം ബോർഡിന് തിരികെ കൊടുത്തെന്ന നിയമസഭയിലെ മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നെന്ന് മന്ത്രി VN വാസവൻ ഇതിൽ മറുപടിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ വൻ തട്ടിപ്പ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണം ശരിയോ എന്ന് നമുക്ക് പരിശോധിക്കാം. ജനങ്ങളുടെ പ്രതികരണം കേൾക്കാം. അമൽ സുരേന്ദ്രൻ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജനങ്ങളുടെ പ്രതികരണം എന്ന് അറിയാം. വലിയ പ്രചാരണങ്ങളോടെ വലിയ തയ്യാറെടുപ്പുകളോടെയാണ് കേരള സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ തട്ടിപ്പായിരുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ? ജനങ്ങൾക്ക് പറയാനുണ്ട്. എല്ലാം തട്ടിപ്പ് തന്നെയല്ലേ. എല്ലാം അതിനകത്തുള്ളവരാണ് തട്ടിപ്പ് നടത്തുന്നു. ജനങ്ങളുടെ കാശെല്ലാം പോകുന്നു. ഭക്തരുടെ കാശൊക്കെ ലക്ഷക്കണക്കിലല്ലേ പോയിരിക്കുന്നത്. ഈ കേസിന് എന്തെങ്കിലും തുമ്പ് കിട്ടുമോ? ഇവിടെ എന്തൊക്കെ അയ്യപ്പനെ എൻ്റെ ആചാരങ്ങളെ എങ്ങനെ തെറ്റിക്കാന്നുള്ളത് ചെയ്ത സംഭവങ്ങളെല്ലാം കേരളത്തിലെ ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പം ശരിക്കും തട്ടിപ്പ് തന്നെയായിരുന്നു. പ്രതിപക്ഷം പറയുമല്ലോ, അവരുടെ അടുത്ത ഇലക്ഷൻ വരുന്നതുകൊണ്ട് പ്രതിപക്ഷം അത് പറയും. അതൊക്കെ അങ്ങനെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, രാഷ്ട്രീയ ആരോപണം അത്രേ ഉള്ളൂ. ശരിയായിരിക്കും. ഇല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ലാണ്ട് ഒരാൾ പിന്നെ വെറുതെ പറച്ചിലുണ്ടാകുമോ? അതിൽ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടില്ല. അതൊരു സത്യസന്ധമായ നിലയിലുള്ളൊരു സംഗമമായിരുന്നു. സർക്കാർ ദേവസ്വം ബോർഡും കൂടി നടത്തിയതാണ്. അതിൽ മറ്റൊന്നും കാണേണ്ടതായിട്ടില്ല. അത് ഈ ഭജന നടത്താത്ത ഭജനയുടെ പേരിൽ പണം പിരിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ല, അതിനെ സംബന്ധിച്ചൊക്കെ അത് പ്രതിപക്ഷം പറയുന്നൊരു ആരോപണങ്ങൾ മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയും UDF ഒക്കെ പറയുന്നൊരു ആരോപണം മാത്രമാണ്. അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നതിൽ സംശയമില്ല. പക്ഷേ അഴിമതിയുടെ വാർത്തകൾ മുമ്പും പലത് കണ്ട് തഴമ്പിച്ചതാണ് ഈ ജനങ്ങളുടെ കണ്ണുകൾ. അതിനാൽ അവർക്ക് ഞെട്ടലില്ല. അതൊരു സ്വാഭാവികമായ പ്രതികരണമായി മാറിയിരിക്കുന്നു. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.